Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ബാങ്ക് ജപ്തി ചെയ്ത വീടിന്റെ പൂട്ടുപൊളിച്ച് ഉടമയും കുടുംബവും താമസം തുടങ്ങി. കടക്കണി വിമോചന മുന്നണി എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് നടപടി. നിലമ്പൂർ സ്വദേശി കൊച്ചുവീട്ടിൽ പ്രൈസ് വില്ലയിൽ പ്രസാദും ഭാര്യയും പ്രായപൂർത്തിയായ മക്കളടക്കമുള്ള 2 മക്കളടങ്ങുന്ന കുടുംബമാണ് ബാങ്ക് പൂട്ടി സീൽ ചെയ്ത വീടിന്റെ പൂട്ടുപൊളിച്ച് താമസം തുടങ്ങിയത്. ഏതാനും വർഷം മുൻപാണ് നിലമ്പൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിന്ന് പ്രസാദ് ബിസിനസ് ആവശ്യാർത്ഥം 30 ലക്ഷം രൂപ ഓടിയായി എടുത്തത്. പ്രസാദിന് അർബുദ രോഗം വന്നതിനാൽ കോവിഡ് കാലത്ത് തിരിച്ചടവ് മുടങ്ങിയതായി പ്രസാദ് പറയുന്നു. തുടർന്ന് കഴിഞ്ഞ 10 മാസം മുൻപാണ് വീട് ജപ്തി ചെയ്തത്. വീട് നഷ്ടപ്പെട്ട പ്രസാദ് സഹോദരന്റെയും മറ്റും വീട്ടിലാണ് താമസിച്ചു വരുന്നത്. അതിനിടയിലാണ് കടക്കണി വിമോചന മുന്നണിയുടെ പ്രവർത്തകരുമായി ബന്ധപ്പെടുന്നത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെ 30ഓളം വരുന്ന കടക്കണി വിമോചന മുന്നണിയുടെ സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ പ്രകടനമായി നിലമ്പൂർ മിനർവപ്പടിയിലെ വീടിനടുത്തെത്തിയാണ് ഗേറ്റിന്റെ താഴ് കമ്പിപ്പാരയും ചുറ്റിയയും ഉപയോഗിച്ച് തകർത്തത്. തുടർന്ന് വീടിന്റെ മുൻവശത്തെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി. രോഗാവസ്ഥയിൽ തിരിച്ചടവിനുള്ള സാവകാശം നീട്ടിത്തരണമെന്ന ആവശ്യം ബാങ്കിനോട് ഉന്നയിച്ചിരുന്നതായി പ്രസാദ് പറഞ്ഞു. മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും ഇത് സംബന്ധിച്ച് പ്രസാദ് പരാതിയും നൽകിയിരുന്നു. അപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും കടമുണ്ടാകുന്നത് ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചിട്ട് വ്യക്തിപരമായ തരാറില്ല, മറിച്ച് സാമൂഹ്യ സാഹചര്യവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹ്യ വ്യവസ്ഥയാണ്. ഇപ്പോൾ പ്രസാദേട്ടന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു അസുഖം വരുമ്പോൾ കടക്കണിയിലാകുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ ക്യാൻസറായിട്ട് പോലും ആ പ്രസാദേട്ടനെയും അതുപോലെ തന്നെ 2 പിഞ്ചു മക്കളെയും പ്രായപൂർത്തിയായ മകളടക്കമുള്ള 2 മക്കളെയും ഭാര്യയെയും തെരുവിലാകുന്ന ഒരു വല്ലാത്ത അവസ്ഥ. വീടുകളിൽ തോറും ഇങ്ങനെ ഈ കുടുംബം കൊണ്ട് പ്രായമായ മാതാപിതാക്കളെ കൊണ്ട് വീടുകൾ തോറും ഇങ്ങനെ അലയുന്ന അങ്ങേയറ്റം ദുരിതമയമായ സാമൂഹ്യ മനസാക്ഷിയെ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥ, ഇത് ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ ഏറ്റവും ദുരിതപൂർണമായ മുഖമാണ് നമ്മൾ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് സംഘടനക്ക് പറയാനുള്ളത് 2001 ശേഷം 40 ലക്ഷം കോടി രൂപ കോർപ്പറേറ്റുകളുടെ കടം, ഇന്ത്യൻ ജനതയെ കൊള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റുകളുടെ കടം എഴുതിത്തള്ളുന്ന സർക്കാരിന് അതിന്റെ കിട്ടാക്കടത്തിന്റെ വെറും 15% മാത്രമുള്ള ജനങ്ങളുടെ മുഴുവൻ കടകളും എഴുതിത്തള്ളാൻ ബാധ്യസ്ഥ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സർക്കാരിൽ ജനങ്ങളുടെ മുഴുവൻ കടകളും എഴുതിത്തള്ളാൻ മുന്നോട്ട് വരണം. കടക്കണി വിമോചന മുന്നണി സംസ്ഥാന കൺവീനർ കൂത്തുപറമ്പ് കാരായി അരുഷ്, ചെയർമാൻ വിളയോടി ശിവൻകുട്ടി, കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ ഗോപാലൻ, അനിൽകുമാർ, മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കീം, സെക്രട്ടറി കെ ഷാജു, ജോയിന്റ് സെക്രട്ടറി ഫിറോസ്, അംഗങ്ങളായ പി എ ജോർജ് കുട്ടി, ടി എം സക്കീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.